പാചകം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാനിന്ന് മാങ്ങ ഇട്ടൊരു കരിമീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 3 കരിമീൻ എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമാങ്ങ, മുളക്, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതഞ്ഞ് വെക്കണം. കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ. ചട്ടി വെച്ച് ചട്ടിയിൽ വെള്ളമയം പോകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവായും 1/2 ടീസ്പൂൺ വീതം ഇട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ടു. എന്നിട്ട് കൊച്ചുള്ളി ഇടുക. തീ സ്വല്പം ഒന്ന് കുറച്ച് വയ്ക്കണം. ഈ സമയത്ത് ഉപ്പും കൂടെ ചേർക്കണം. പച്ചമുളകും കൂടി ഇടുക. നല്ലപോലെ ഒന്ന് വഴറ്റാൻ ഇനി തീ കുറച്ചിട്ട് പൊടികളെല്ലാം കൂടെ അങ്ങ് ഇടണം. പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക. ഉള്ളി വഴന്ന് കഴിയുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി വെള്ളം ഒഴിക്കണം. ഏകദേശം 1 ലിറ്ററോളം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തീ കൂട്ടി വയ്ക്കണം. ഇത് ഇനി വെട്ടി തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പം വേണം മീനിടാനായിട്ട്. മീനിടുക. മീനിട്ട് കഴിഞ്ഞ് ഒന്നുകൂടെ തിളയ്ക്കണം. ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞിട്ട് മാങ്ങ ഇടാം. നല്ല പുളിയുള്ള പച്ചമാങ്ങ വേണം, നല്ല പുളി വേണം. മാങ്ങ ഇട്ട് ഇനി തീ കുറച്ച് വെച്ച് അതവിടെ ഇരുന്ന് വേകണം. വലിയ സമയമൊന്നും വേണ്ട, പെട്ടെന്നാകും. ഇനി അടച്ച് വെച്ച് ഒന്നുകൂടെ നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാം. മുളകൊക്കെ ഇത്രയേ ആവശ്യമുള്ളൂ. എല്ലാ കുട്ടികളും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടുള്ള വിവരം പറയണം. ഈ തീ നിർത്തിയിട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇടണം.